എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് പണപ്പെട്ടിയെക്കുറിച്ച്. ഈ പങ്കപ്പാട് കാണുമ്പോ അതിന്റെ അകത്ത് എന്തായിരിക്കുന്നു സുധാകരൻ ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? എടുത്താൽ എടുക്കുന്ന വ്യക്തി നീ അത് എടുക്കുമല്ലോ. എടുക്കണേ. പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന എന്താടാ? ഈ ബിഗ് ബോസ് വീടിനോട് ആ നിമിഷം തന്നെ എന്നേക്കുമായി വിട പറയും. പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം ഞാൻ 5 ലക്ഷം രൂപ തരും. 5 ലക്ഷം രൂപയോ? ശരി, തർക്കിക്കുന്നില്ല. 10 തന്നേക്കാം. 10? ഞാൻ 15 ചോദിച്ചാലോ? അടിച്ച് നിന്റെ 32 പല്ലും കാണു കൊന്ന് കാലിൽ താഴ്ത്തും. ഞാൻ പോകുന്നു. ബൈ ബൈ. എവിടെയായിരുന്നു കുട്ടാ നീ? ഇവിടെ വന്ന് ഒളിച്ചു കിടക്കുകയാണല്ലേ? എന്നാ നീ ഇതിനെ കെട്ടിപ്പിടിച്ചോട് നിന്നോ? ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ട്രോളാൻ വേണ്ടിയിട്ട് എന്നെ ഒരു ഭാര്യനെ ഞാൻ കൊണ്ടു നടക്കുന്നു. ഈ വണ്ടിയിൽ ആരെയും കേറ്റരുതെന്ന്. ഈ സീറ്റിൽ ഞാൻ മാത്രമേ ഇരിക്കാവൂ. ഇത് എന്റെ സീറ്റാ. സീക്രട്ട് ഏജന്റ് ആവുമ്പോ കാറ് കിട്ടിയാൽ മാത്രമേ നിനക്ക് സംസാരിക്കാൻ പറ്റൂ എന്നുള്ള കമന്റുകളായിരിക്കും. ഞാൻ ആ സീറ്റിലിരിക്കുമ്പോ എനിക്ക് അതേ അവസ്ഥയാ. എന്താന്നറിയില്ല, ഒരു നന്മയുടെ ബാധ കയറി എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ആ പ്ലാറ്റ്ഫോമിൽ തന്നൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. പുറത്തു പോകുമ്പോൾ പുതിയൊരു മനുഷ്യനാവും. സിഗരറ്റ് വലിയില്ല, വെള്ളം അടിയില്ല, ഒന്നും. ഇപ്പൊ ഇനി മുതല് ഫുൾ കഞ്ചാവ്. ഇവിടെ ഞാനും നന്ദനും സിജോയും കൂടി ഉള്ള ഒരു കോംബോ കണ്ടപ്പോഴത്തേക്കും കാർക്കിച്ച് തുപ്പും. നീ ഒരു വീടിന്റെ പദ്ധതിന്റെ ഒന്നും ആവശ്യമില്ല. നന്ദനക്ക് സ്വയം നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ്. നന്ദനക്ക് കൃത്യമായിട്ട് അറിയില്ലേ. നന്ദിയുണ്ട് സാറേ, നന്ദി. നന്ദി മാത്രമല്ലേ.